ശാസ്ത്രീയ തെളിവുകളുടെ അഭാവം ഈ കേസിൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരു ലൈംഗിക പീഡനത്തിന് 15 വർഷം മുമ്പ് ഇരയായോ എന്നുള്ളത് നമുക്കൊരു വൈദ്യപരിശോധന വഴി ഇപ്പോൾ പ്രതിയുടെയോ അല്ലെങ്കിൽ വിക്ടിമിൻ്റെയോ വൈദ്യപരിശോധന വഴി നമുക്ക് തെളിവ് ശേഖരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഉള്ളത് മിക്കവാറും ഈ പറയുന്ന വിക്ടിം പറയുന്ന മൊഴിയുടെ വിശ്വസനീയതയാണ് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള നീക്കത്തിന് ഏറ്റവും ആധാരമായിട്ട് വരിക. അവരുടെ വിശ്വസനീയത, അവർ പറയുന്ന മൊഴിയുടെ വിശ്വസനീയത, അതിൻ്റെ കൃത്യത. അപ്പോൾ അതിനെ സൂക്ഷ്മമായിട്ട് അപഗ്രഥിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ മെറ്റീരിയലായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മെറ്റീരിയലായിട്ട് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കൂടുതൽ സംശയത്തോടെയല്ലേ കാണാനായിട്ട് പറ്റുള്ളൂ. സോ ഒരു കൊറോബറേഷനിലേക്കൊക്കെ പോകേണ്ടി വരും. അതാണ് അതിൻ്റെ വ്യത്യാസം. മുകേഷ് കൊച്ചിയിലേക്ക് വരുന്നു എന്നുള്ളത് ഇങ്ങനെ മാധ്യമ സുഹൃത്തുക്കൾ വഴി മാത്രമാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അല്ലാതെ എനിക്ക് നേരിട്ട് ആ കാര്യത്തിലൊരു വിവരമില്ല. മുകേഷ് വരേണ്ടതുണ്ട്, അഭിഭാഷകനായിട്ട് സംസാരിക്കുകയും കേസിനെ കുറിച്ച് വിവരങ്ങൾ തരികയും ചെയ്യേണ്ട ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു, എവിടെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് കൃത്യമായൊരു ധാരണയില്ല. അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഒരു ക്രിമിനൽ കേസിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത് ഒരു വിക്ടിമിനെ അല്ലെങ്കിൽ ഒരു ഇൻജേർഡിനെ അല്ലെങ്കിൽ ഒരു പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന വഴിയായിട്ടാണ്. മൊഴി രേഖപ്പെടുത്തി അത് ഒരു കോഗ്നിസബിൾ ഒഫൻസിനെ സംബന്ധിച്ച് ഇൻഫർമേഷനാണ് എന്ന് ബോധ്യം വന്നാൽ ക്രൈം രജിസ്റ്റർ ചെയ്യണം. ലളിതകുമാരീസ് കേസിൻ്റെ പ്രിൻസിപ്പിൾ അതാണ്. അങ്ങനെ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവ് ശേഖരിക്കുക എന്നുള്ളതാണ് പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ചുമതല. ഈ തെളിവുകളുടെ ശേഖരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള നമ്മൾ സംസാരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഒരു സെക്ഷൽ ഒഫൻസ് കേസാണ്. അത്തരം കേസിൽ ആദ്യം ചെയ്യേണ്ടത് വിക്ടിമിൻ്റെ 164 മൊഴി രേഖപ്പെടുത്തുക, മജിസ്ട്രേറ്റ് മുമ്പാകെ മൊഴി രേഖപ്പെടുത്തുക, വിക്ടിമിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുക, പ്രതിയെ ചോദ്യം ചെയ്യുക, പ്രതിയുടെ പൊട്ടൻസി ടെസ്റ്റിന് വിധേയമാക്കുക, സാക്ഷികളെ കണ്ട് മൊഴിയെടുക്കുക, ഈ പ്രതിയെ വിക്ടിമിനെ കാണിച്ച് തിരിച്ചറിയുക, ഇയാൾ തന്നെ ഉപദ്രവിച്ചതെന്നുള്ള. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫണ്ടമെൻ്റലി ചെയ്യേണ്ടത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷിന് ചോദ്യം ചെയ്യുക എന്നൊരു ഉദ്ദേശം അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ ഏത് സമയത്തും നമ്മൾ തയ്യാറാണ് ചോദ്യം ചെയ്യാൻ. എനി ടൈം വി ആർ റെഡി. മുകേഷ് അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് മാത്രമേ കാര്യങ്ങൾ പറയാൻ പറ്റൂ. അവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്രോസ് ചെക്കിംഗ് ആണ് സത്യത്തിൽ പ്രതിയെ ചോദ്യം ചെയ്യുക വഴിയായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിക്കുക. അപ്പോൾ അത്തരം ഒരു ക്രോസ് ചെക്കിങ്ങിനോ എന്ത് കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണോ അവർക്ക് കൂടുതലായിട്ടുള്ള അറിവുകൾ വേണ്ടത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. നമുക്ക് പക്ഷേ ഇതുവരെ നോട്ടീസ് കിട്ടിയിട്ടില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഹാജരാകാൻ പറഞ്ഞിട്ട് സാധാരണഗതിയിൽ ഒരു നോട്ടീസ് ലഭിക്കുന്നത് നമുക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. നോട്ടീസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോകാൻ നമ്മൾ സത്യത്തിൽ അതിന് റെഡിയാണ്. അതിന് ഇതുവരെ നമുക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. എതിർത്തിരുന്നു. പ്രോസിക്യൂഷൻ തീർച്ചയായിട്ടും എതിർത്തിരുന്നു. അങ്ങനെ പറയുന്നത് തെറ്റാണ്. കാരണം ഇന്നലെ മൂവ് ചെയ്തൊരു ഹർജി ഞാൻ ഫയൽ ചെയ്തത് 11 മണിക്കാണ്. അത് ഫയൽ ചെയ്ത് അതിൻ്റെ ഫിസിക്കൽ പെർമിഷൻ ചോദിച്ചാലേ അന്ന് തന്നെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പെർമിഷൻ ചോദിച്ച് ആ പെർമിഷൻ ഗ്രാൻഡ് ചെയ്ത് ബെഞ്ചിൽ വന്നപ്പോൾ തന്നെ കോടതി പറഞ്ഞത് പ്രോസിക്യൂട്ടർക്ക് കോപ്പി കൊടുത്ത് അദ്ദേഹത്തെ കേട്ടിട്ട്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ അല്ലെങ്കിൽ SHOമാരുടെ ബന്ധപ്പെടണമെന്നാണ്. ബന്ധപ്പെട്ടു. FIS കോടതിയിലേക്ക് മെയിലായിട്ട് അയച്ചു കൊടുത്തു. പ്രാഥമികമായിട്ടുള്ള ഒബ്ജക്ഷൻ ഫയൽ ചെയ്തു. അല്ലാതെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമാണ്. ഒരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്നാണ് അതുകൊണ്ട് തന്നെ അപ്രകാരത്തിൽ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു കൗണ്ടറൊന്നും ഫയൽ ചെയ്യാൻ അവർക്ക് സമയം കിട്ടിക്കാണില്ല. പക്ഷേ അവർക്ക് നോട്ടീസ് കൊടുത്തിരുന്നു. പ്രോസിക്യൂട്ടർ ഡിസ്ട്രിക്ട് കോൺഫിഡേറ്റർ തന്നെ മിസ്റ്റർ മനോജാണ്. അദ്ദേഹം തന്നെ ഹാജരായിരുന്നു. ഇമെയിലിൽ FIS കിട്ടിയിരുന്നു. അതുകൊണ്ടാണല്ലോ കോടതിക്ക് അയച്ചു കിട്ടിയ FIR FIS സീൽഡ് കവറിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അതവിടെ വന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ.